ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സീക്രട്ട് പാൻറ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് നോക്കാം. വളരെ ഈസിയാണ്. കറക്റ്റ് മെഷർമെൻറ്റ് എല്ലാം എടുത്തിട്ട് അത് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരു സീക്രട്ട് പാൻറ് അല്ല ട്രൗസർ പാൻറ് ആകുമ്പോൾ കുറച്ചുകൂടി ലൂസ് ഉണ്ടാവും. സീക്രട്ട് പാൻറ് ആകുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. രണ്ടും ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ് കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത് 40 ആണ്, 40 അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വേസ്റ്റ് 36 ആണ്, അതുകൊണ്ട് ഹിപ്പും 40 ആണ് വരുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ വേസ്റ്റിന് ബാൻഡിൻ്റെ അളവ് ഒരു 2 ഇഞ്ചസ് ബാൻഡിൻ്റെ അളവ് നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ഇഞ്ചസ് നമുക്ക് ആദ്യം അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് എടുക്കാം. ലെങ്ത്ത് 40 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ 40 ഇഞ്ചസ് ഇതുപോലെ മെഷർമെൻറ്റിൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് 40 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. 40 ഇഞ്ചസ് നമുക്ക് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് ആദ്യം വരച്ചു കൊടുക്കാം കേട്ടോ. ബോട്ടം കിട്ടി, ബോട്ടം ലെങ്ത്ത് കിട്ടി. ഇനി നമുക്കതിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് കാണണം. അപ്പോൾ വേസ്റ്റ് മെഷർമെൻറ്റിന് ആദ്യം തന്നെ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം, ഫസ്റ്റ് വിട്ടിട്ട് വേണം നമ്മൾ അവിടുന്ന് വേണം മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വേസ്റ്റ് 36 ആയിരുന്നു. അതിൻ്റെ 1/4 9 + 1 10 എടുത്തിട്ടുണ്ട് കേട്ടോ. 10 ആണ് ഞാൻ വേസ്റ്റിൻ്റെ അളവെടുത്തത്. ഇനി നമുക്ക് കൗച്ച് വളച്ച് വരക്കുന്ന കൗച്ച് ഏരിയയിൽ എത്ര അളവ് വരണം എന്ന് നോക്കൽ. ഈ വേസ്റ്റ് നമ്മൾ 36 ആയിരുന്നല്ലോ, അതിൻ്റെ കൂടെ ഒരു 10 കൂടി കൂട്ടിയിട്ട് 46, അതിൻ്റെ 1/4 വരുമ്പോൾ 11 ഇഞ്ച് എന്നാണ് നമ്മൾ അതിൻ്റെ കൗച്ചിൻ്റെ അകലം കണക്കാക്കി. അപ്പോൾ അതും ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നീ ലെങ്ത്ത് കിട്ടണം. നീ ലെങ്ത്ത് നമ്മൾ സാധാരണയായിട്ട് 18 19 ഒക്കെയാണ് ഉണ്ടാകാറ്. അപ്പോൾ ഞാനിവിടെ 40 ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 19 ലെങ്ത്താണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് മെഷർമെൻറ്റ് നേരിട്ട് എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതുപോലെ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗത്തെ അളവ് കിട്ടണം. ഈ ഒരു ഭാഗത്തെ അളവ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അളവ് തന്നെയാണ് മെഷർമെൻറ്റിലായിട്ട് എടുക്കേണ്ടത്. ഹിപ്പ് നമുക്ക് 40 ആയിട്ടുണ്ടായിരുന്നു. 40ൻ്റെ 1/4 10 ആയിട്ട് വരും. 10ൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് 12.5 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിന് 1/4 എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കണം. തയ്യൽ തുമ്പ് അടക്കി 2.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അവിടെ മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ 12.5 അതിൻ്റെ പകുതി 6.25 വരും. അപ്പോൾ 6.25 വെച്ചിട്ട് എല്ലായിടത്തും ഞാൻ മാർക്ക് ചെയ്യണം. നമുക്കതിൻ്റെ സെൻറ്റർ പോർഷന് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കാണണം. അതിനുവേണ്ടി ഹിപ്പ് നമുക്ക് 40 ആയിരുന്നു. 40ൻ്റെ 1/4 10 ആണ് വരുന്നത്. ആ 10ൻ്റെ കൂടെ 1 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടും. ഞാനിവിടെ 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ 11 അവിടെ അടയാളപ്പെടുത്തി അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരച്ചെടുക്കുക. നമ്മൾ വേസ്റ്റിൻ്റെ അളവ് നേരത്തെ എടുത്തിരുന്നു, ഇതും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് അവിടെ ആ കൗച്ചിൻ്റെ കേവ് ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് എന്തെങ്കിലും കേവായിട്ടുള്ള ഓബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് മുട്ടിൻ്റെ അളവ് കിട്ടണം. മുട്ടിൻ്റെ അളവ് നമ്മൾ ഈ ഒരു ഹിപ്പിൽ നിന്നും ഒരു 3.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കൽ. അപ്പം ഹിപ്പ് നമുക്ക് 12.5 ഇഞ്ചായിരുന്നു അല്ലേ. 12.5 ഇഞ്ചിൽ നിന്നും 3.5 ഇഞ്ച് കുറക്കുക. അപ്പം എത്ര കിട്ടും? 9.5 ഇഞ്ച് കിട്ടും. 9.5 ഇഞ്ച് നമ്മൾ 4.5 വെച്ചിട്ട് 9 ഇഞ്ച് അല്ലേ, 9 ഇഞ്ച്. അപ്പോൾ 4.5 വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി ബോട്ടം ലൂസ് 13 ഇഞ്ചായിരുന്നു. അപ്പോൾ 13 ഇഞ്ചിൻ്റെ പകുതി 6.5. അപ്പം 6.5 നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 3.5 3.4 വെച്ചിട്ട് 6.5 ഇഞ്ച് നമുക്ക് താഴെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായില്ല നമുക്ക് സെൻറ്റർ പോർഷൻ എന്തിനാണ് എടുത്തത്
എടുത്തത് ആ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ 3.25 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ്റെ അളവാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയ മാർക്കുകളൊക്കെ നല്ല കേർവ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടങ്ങ് വരച്ചു കൊടുത്താൽ മതി. അവിടെ കുറച്ച് ഷേപ്പിൽ വരക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് അവിടെ വിട്ട് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ മടക്കി തയ്ക്കാൻ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് മടക്കി തയ്ക്കാനുള്ള പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ അളവ് കഴിഞ്ഞു. ഇനി ബാക്ക് പോർഷനിൽ വേറെ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ബാക്ക് പോർഷനിൽ നമ്മളൊരു 2.5 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. വേസ്റ്റ് അളവിൽ നിന്നും 2.5 ഇഞ്ച്, അതുപോലെ കവച്ചേരിയയിൽ നിന്നും 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമുക്കവിടെ കേർവ് ആക്കിയിട്ട് വരക്കാം. ഇനി നമ്മൾ അവിടെ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിലും ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോഴും 1.5 ഇഞ്ച് വ്യത്യാസം മതി. താഴെ വരുമ്പോഴും 1.5 ഇഞ്ച് ഇട്ട് വരച്ചാൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 4 മടക്കിയത് 2 ആക്കിയിട്ട് ഫ്രണ്ട് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമ്മൾ വേറെ തന്നെ വെച്ചിട്ട് നേരത്തെ വരച്ചെടുത്തില്ലേ, അതുപോലെ ബാക്കിലൊരു 2.5 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് പാൻറ്റിൻ്റെ അവിടെ ഒത്തിരി ചെരിച്ച് വെട്ടണം. ഒരു 1.5 ഇഞ്ചോളം നമ്മൾ പാൻറ്റിൻ്റെ അവിടെ ഒന്ന് കുറച്ച് എടുത്തതിന് ശേഷം ഇച്ചിരി ചെരിച്ച് കൊടുക്കണം. ഞാനിതുവരെ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാക്ക് പോർഷന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സിഗരറ്റ് പാൻറ്റും ട്രൗസർ പാൻറ് ആണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. കുറച്ചും കൂടി നമ്മൾ വീതിയിൽ കട്ട് ചെയ്യും എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ